ഇത്രേ ഉള്ളൂ. പെൺകുട്ടിയെ ബസ്സേ കയറുന്നു, മുന്നിൽ കൂടെ ചെറുപ്പക്കാരനും കയറുന്നു. എന്നിട്ട് അപ്പൊ അവള് നിന്നു കൊടുക്കുന്നു, എന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നു. അതാണ് നിങ്ങൾ പറഞ്ഞത്. കൂടുതൽ വിശേഷം നീ പറയണ്ട, എനിക്കറിയാടി നിന്നെ. സന്തോഷമാണ്. കറക്റ്റ് ആണ്. ഇതേപോലെ റിസർച്ച് ചെയ്യുന്ന ഒരാളാ ഞാൻ ബിഹേവിയർ സയൻസിൽ. അതിന്റെയാണ് ഞാൻ അനുഭവിച്ചത്, അത്രേ ഉള്ളൂ. ഇതേപോലെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഇത് സെക്കൻഡ് ഇയർ ആണ്. എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഇതിന് മുമ്പുള്ള എന്തോ ഒരു സാധനം അല്ല, ഇന്റൻഷനലി ഒരു വീഡിയോ എടുക്കുന്നതും ആ വീഡിയോയിൽ അവരെന്തോ തെളിയിക്കാൻ സാധിക്കുന്നതും ആ തെളിയിക്കുന്ന സാധനം അവർക്ക് കിട്ടിയതിന്റെ സന്തോഷം എനിക്ക് ഓർമ്മിച്ചോ, ചത്താലും നീ പുഴുത്തേശാവൂ. ഞാൻ അറിയിരിക്കുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഷിംജിത ചെയ്തത് എന്ന കാര്യമാണെന്നേ പറഞ്ഞുള്ളൂ. അതെ, അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 ഒരു ഒഴിക്കും. ഒരു വ്യത്യാസം. 25 വിധിക്കുക, ബ്ലോഗേഴ്സിനെ എടുത്ത് നോക്കുമ്പോ അവളെ കൊല്ലണം, അവളെ അങ്ങനെ ചെയ്യണം. കഷ്ടായി പോയി, വെടിവെച്ച് കൊല്ലണം. അപ്പൊ അതിനെ ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. അവൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. Who are you to say that? നിങ്ങൾക്ക് ആരാണ് ഇതൊക്കെ പറയാൻ പറ്റുന്നത്? നിങ്ങൾക്ക് ആരാണ് റൈറ്റ് ഒരാളെ കൊല്ലാൻ വേണ്ടി തന്നേക്കുന്നത്? ഈ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഈ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്പേസിൽ നിങ്ങൾക്കൊക്കെ ആരാണ് ഇത് പറയാനുള്ള റൈറ്റ് തന്നേക്കുന്നത്? ഒരാൾ ചാവണം. ഏത് നായന്റെ മോനാണ് അറിയേണ്ടത്? പട്ടി അറിയണം. അവൻ കൊന്നു, അവൻ ചത്തോണ്ട് നീയും ചാവ്. അവള് ശരിയല്ല, അവള് അങ്ങനെ ആരെങ്കിലും എന്താണ് ഇത്? ഇത് ഈ ജന്മം ശരിയാവില്ല. പറയുന്നതിന്റെ ഉത്തരവാദിത്വം മൊത്തം ഈ ആരെങ്കിലും അല്ല, ബ്ലോഗേഴ്സ് അതുപോലെ ആരെങ്കിലും അല്ല, അതും കുറ്റ, പിന്നെ അത് കിട്ടണം. അവനിപ്പോ ഈ കരക്കാരൻ മുഴുവൻ ശത്രുവാ, അവനെ വെച്ചേക്കരുത്. ദീപക്കിന് നീതി കിട്ടുന്നതിന് ഒരു പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കലായി മാറരുത്. സ്ത്രീകൾക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ, എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കേട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരും. ബലാത്സംഗം ചെയ്യാൻ ആഹ്വാനം ചെയ്തു. സ്ത്രീകൾ പബ്ലിക്കായിട്ട് ഇതുപോലെ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് ബലാത്സംഗം ചെയ്യണമെന്ന് ആരെങ്കിലും അതിനെതിരെ പ്രതികരിച്ചോ? എങ്ങനെ ഇരിക്കണം? എന്തുകൊണ്ടാണ് അതിനെതിരെ പ്രതികരിക്കാത്തത്? ആരെങ്കിലും ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടാണോ പ്രതികരിക്കേണ്ടത്? ഒരാൾ മരിക്കുമ്പോഴല്ലേ പ്രതികരിക്കരുത്? മരിക്കാതിരിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ലെഫ്റ്റ് കൈയും ഒരേപോലെ പൊങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുമല്ലേ? മറ്റൊന്നുമായിരുന്നില്ല, അയാളെ ബാഗ് ലിഫ്റ്റ് ചെയ്തതായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ പെണ്ണ് നേരത്തെ കാണിച്ച വീഡിയോ തന്നെ വളരെ വ്യക്തമാണ്, അയാളുടെ ഈ ബാഗ് ഉണ്ട്. ഒരാൾ മരിക്കുമ്പോഴല്ലേ പ്രതികരിക്കരുത്? മരിക്കാതിരിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ആ ബാഗ് ഒരു മനുഷ്യൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യില്ലേ, നിങ്ങളുടെ മുട്ട് പുറകോട്ട് പോയിരിക്കും. വ്യക്തിയുടെ കൈയായിട്ട് തന്നെ ആ കാര്യം പതിഞ്ഞിട്ടുണ്ട്, അതാരും ചർച്ച ചെയ്യുന്നില്ല. ആ ബാഗ് ആ മനുഷ്യൻ ഉയർത്തിയതാണ്. നിങ്ങളുടെ മുട്ടനങ്ങാതെ നിങ്ങൾ കൈ ഉയർത്തണമെങ്കിൽ അത് ജിമ്മിൽ മാത്രമായിരിക്കും, അല്ലാതെ നിങ്ങൾ വളരെ കാഷ്വൽ ആയിട്ട് ഏതൊരു ബാഗ് ലിഫ്റ്റ് ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ മുട്ട അവിടെ നിന്ന് അനങ്ങി അത് പുറകോട്ട് പോയിരിക്കും. പോയപ്പോ പാവപ്പെട്ടവും പോയി.